ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്താ വാങ്ങുക എന്നുള്ളൊരു ആലോചനയിൽ ഞാൻ ഫൈനലി എത്തിച്ചേർന്നത് ഒരു പാദസരത്തിലാണ് കേട്ടോ. അമ്മ അവിടുത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. പെർഫ്യൂംസും അങ്ങനെ ബാഗും വാച്ചും അങ്ങനത്തെ സാധനങ്ങളോടൊന്നും അങ്ങനെ അത്ര വലിയ താല്പര്യമുള്ള ഒരാളല്ല. അപ്പോൾ കൂടുതലും ആഗ്രഹം ഗോൾഡും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ്. കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ഗോൾഡിനോടൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. എനിക്ക് അത്രയും ഗോൾഡ് ഇഷ്ടമല്ല, പക്ഷെ അമ്മയ്ക്ക് ഗോൾഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ പാദസരം വാങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം അമ്മയ്ക്ക് പാദസരം ഇഷ്ടമാണ്, പക്ഷേ 1-2 വട്ടം ഇതുപോലെ വാങ്ങിയിട്ട് നമുക്കത് കുറേ കാര്യങ്ങൾ കൊണ്ടിട്ട് പണയം വിൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കറൻ്റ്ലി അമ്മയ്ക്ക് പാദസരം ഇല്ല. അപ്പോൾ അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഭീമയിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഞാൻ റെഡിയൊക്കെ ആയി. അപ്പം അമ്മയോട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വെളിയിൽ പോവാണെന്ന് പറഞ്ഞേക്കുവാണ്. അപ്പോൾ ഞാൻ പോയി വാങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അമ്മ എങ്ങനെയായിരിക്കും, അമ്മയ്ക്ക് ഇഷ്ടമാവുമോ എന്നൊക്കെ ഓർത്തിട്ടൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നല്ലോണം. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാട്ടോ എൻ്റെ മുറി. അപ്പോൾ പോയിട്ട് വരാം. എന്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ജ്വല്ലറിയിൽ കുറേ പരിമിതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. നമുക്ക് പോയിട്ട് പാദസരം വാങ്ങിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മേൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. എൻ്റെ ഫ്രണ്ട്സും വരുന്നുണ്ട് കേട്ടോ ഷോപ്പിങ്ങിന്. അപ്പോൾ എന്തായാലും അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ അടുത്തുള്ളൊരു മോളിൽ വെറുതെ വന്നാൽ കേട്ടോ. മരട് അറിയുന്നവർക്ക് അറിയാം, ന്യൂക്ലിയസ് മോൾ എന്ന് പറയും. അതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എടപ്പള്ളിയിലുള്ള ഭീമയിലാണ്. എൻ്റെ വീട് കൊച്ചിയിലായതുകൊണ്ട് ഞാൻ കൊച്ചിയിലെ ഭീമയിലാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെയാണ് എൻ്റെ കസിനും വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. നമ്മൾ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ പാദസരമൊക്കെ ഉള്ള സെഷനിലേക്ക് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു റേറ്റിൻ്റെ ഉള്ളിലുള്ള പാദസരകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല എടുക്കാൻ. അതുപോലെ തന്നെ അമ്മയ്ക്ക് ആയതുകൊണ്ടിട്ട് അമ്മയ്ക്ക് സാധാരണ ഇതുപോലത്തെ ഡിസൈനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ വെയിറ്റിലുള്ളതാണോന്ന് മാത്രമേ നോക്കേണ്ടി വന്നുള്ളൂ. എനിക്ക് ഡിസൈൻ ഇത് തന്നെയാണ് വാങ്ങുന്നതെന്ന് ഓൾറെഡി ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സെയിം തന്നെ, ആ ഒരു സെയിം അല്ല, മുക്കാപ്പോനെ ഒരുപോലെ താഴെ നാട്ടിൽ വരുമ്പം എന്തായാലും ചെയ്തു തീർക്കണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇതിനൊരു മുടക്കം വരരുതെന്ന് എനിക്ക് അത്ര നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു 1 year മുന്നേ തന്നെ കൂട്ടിയിട്ട് ഒരു ഗോൾഡ് സ്കീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 11 month സ്കീമായിരുന്നു കേട്ടോ. കാരണം ഈ ഇങ്ങോട്ട് വരുന്ന ആ ടൈമിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് പൈസ ശരിയായില്ലെങ്കിൽ ഇത് നടക്കാണ്ട് പോകരുതെന്ന് എനിക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബില്ലൊക്കെ സൈനൊക്കെ ചെയ്തു ആ ചേട്ടൻ പാക്ക് ചെയ്ത് തരികയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്കും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ സാധിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതോർത്ത് സങ്കടമൊന്നും പെടുമൊന്നും വേണ്ട. ഞാനിപ്പം കുറേ പൈസ ഉണ്ടായിട്ട് എൻ്റെ ഒരു അഹങ്കാരത്തിൽ ചെയ്യുമെന്നല്ല, കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനി ഭാവിയിലേക്ക് എനിക്ക് എങ്ങനെയായിരിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴും ഇതിൽ ഈ ഒരു പാദസരം വാങ്ങുന്നത് അത്ര സന്തോഷത്തോടെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും വീട്ടിൽ പോയിട്ട് അമ്മയുടെ റിയാക്ഷൻ കാണാം കേട്ടോ. ഹായ് ഗൈസ്, അങ്ങനെ വീട്ടിൽ വന്നു കേട്ടോ. ഞാനിപ്പം എനിക്കൊരു വീഡിയോൻ്റെ ഔട്ട് എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് മുകളിലേക്ക് വന്നതാണ്. അപ്പോൾ അമ്മ താഴെയുണ്ട്, കുറച്ച് പണിയിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ട് വന്നേക്കാം. അപ്പോൾ പിന്നെ റെഡി ആവാനൊന്നും പറയാൻ പറ്റില്ലല്ലോ, കാരണം വീഡിയോയിൽ വരുന്നുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് റാൻഡമായിട്ട് വിളിക്കാം മുകളിലേക്ക്. കഷ്ടകാലത്ത് എൻ്റെ ഫോണിൻ്റെ സ്പേസ് തീർന്നു കേട്ടോ. ഞാൻ മറന്നുപോയി, കാരണം ട്രാവൽ വ്ളോഗും എല്ലാം എടുത്തിട്ട് എല്ലാ ഫുട്ടേജും ഈ ഫോണിലല്ല ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒന്നും ലാപ്പിലേക്ക് മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പം പുറത്ത് ഇറങ്ങിയപ്പോഴാണ് ചാർജല്ല സ്റ്റോറേജ് ഇല്ലയെന്ന് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും എടുത്തില്ല വിഷുവിൽ. എന്നാലും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവർ കുറച്ച് ഇങ്ങനെ വാങ്ങുന്നതും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതുകൊണ്ട് കുറേയൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത്യാവശ്യം നമ്മൾ വാങ്ങുന്നതും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അത്രയും മതിയല്ലോ. ഇനിയിപ്പം അമ്മയ്ക്ക് കൊടുക്കണം. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പം വിളിച്ചാൽ വരുമോ എന്നറിയില്ല, കാരണം ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ചിലപ്പം
ആദ്യമേ ചിലപ്പം വരാണ്ടിരിക്കുമായിരിക്കും. ഞാൻ എന്തായാലും ഇവിടെ ഇരുന്നിട്ട് ഫോൺ ആദ്യം ട്രൈപ്പോഡെല്ലാം സെറ്റ് ചെയ്യാം, എന്നിട്ട് അമ്മേനെ വിളിക്കാൻ ഇങ്ങോട്ടേക്ക്. അപ്പം ഞാൻ ഫോൺ ആദ്യം സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈപ്പോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാഗിൻ്റെ അകത്താണ് കേട്ടോ ഉള്ളത്. ഇങ്ങനെയാണുള്ളത്. ഇപ്പം തൽക്കാലം ഞാൻ ബാഗിൻ്റെ അകത്ത് വെക്കാം. എന്നിട്ട് അമ്മ വന്നിട്ട് നമുക്ക് ജസ്റ്റ് എടുത്ത് കൊടുക്കാം, അങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അമ്മ വരട്ടെ, എന്നിട്ട് ഞാൻ ഈ ഭാഗത്തിലടയ്ക്കാം, എന്നിട്ട് നമുക്ക് കൊടുക്കാം. വിളിക്കാൻ എന്തായാലും. എനിക്ക് ടെൻഷനാണ്. ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റല്ലേ? അമ്മ അമ്മ ഒരു മിനിറ്റ് ഒന്ന് വരുമോ? മോള റൂമിലാ ഇവിടെ വാ, അതിൽ വാ. പിടിക്കാതെ വീഡിയോ ശരിയാക്കട്ടെ. വീഡിയോ തുടങ്ങിയിട്ട് അതും നിനക്ക് എന്തിനാ ഹായ് പറയാനായിട്ട്? ഹായ്. അമ്മ വന്നിട്ട് കേറി ഇരിക്ക്. ഒരു സാധനം തരട്ടെ. എന്താന്നറിയോ? ഞാനത് വാലടക്കട്ടെ, അല്ലെങ്കിൽ സൗണ്ട് അതിന് കേൾക്കൂല. ഗസ് ഫാനിട്ട് എന്നാലും ഗസ് എന്നാ കണ്ണടയ്ക്കും. കള്ള കണ്ണടക്കരുത്, മുറുക്കടയ്ക്കും. അടച്ചാ നിങ്ങൾ അടച്ചല്ലേ? കണ്ണ് തുറന്നാ മിണ്ടില്ല കേട്ടോ. കൈ നീട്ടി വെച്ചോ, അങ്ങനെ അങ്ങനെ വെച്ചാട്ടാ. വെച്ചോ. ഇനി കണ്ണു തുറന്നാ എടുക്ക്. ഇനി ഗസ് ചെയ്യ. എന്താണെന്നറിയാമോ? എന്നാലും ചുമ്മാ ഗസ് ചെയ്യ. തുറക്ക് തുറക്ക്, നല്ല തുറക്ക്. ഗസ് ഇല്ല? തുറക്ക്. എന്താ ഇതെന്തിനും ഇഷ്ടപ്പെട്ടാ? ഞാൻ ഉപയോഗിക്കില്ലല്ലോ. ഉപയോഗിക്കണം. അച്ഛനെ കാണിക്കാം. വേണ്ടതൊന്നും ഇല്ല. ഇതാട്ടോ നമ്മൾ വാങ്ങിയ പാലച്ചക്ക. ഒറ്റ സൈസാന്ന് അവർ പറഞ്ഞതല്ല. പ്രതീക്ഷിച്ചില്ല. ഇതാ അമ്മയുടെ സമ്മാനം. ഇതട്ടെ അച്ഛനെ കാണിച്ചു തരാം. അച്ഛനെ ഇത് വിളിക്കട്ടെ. ഇങ്ങോട്ടേക്ക് എത്രയോ കൊല്ലമായതാ. വിളിക്കും. അച്ഛനെ വിളിക്കും. അച്ഛൻ വന്നിട്ട് വേണം കാലിടിച്ചേരെ. 50 രൂപ കാലിൽ മിനിമം പാൽസരൊക്കെ കിട്ടണം. നീ ഇത് ഒരിക്കലും കാലിൽ നിന്ന് അടിക്കരുത് കേട്ടാ. എന്ത് പ്രശ്നമായാലും ഇത് അടിക്കരുത്. ഇത് എപ്പോഴും കാലുണ്ടാവും. പണയം വെക്കോ കൊണ്ട് ഒന്നിനും എടുക്കരുത്. എന്ത് കഷ്ടപ്പാടുണ്ടെന്ന് പറഞ്ഞാലും ഇത് എടുക്കരുത്. അത് നമുക്ക് തീർക്കാം. ഇല്ലാത്ത കഷ്ടപ്പാടൊക്കെ നമുക്ക് തീർക്കാം. ഇതിങ്ങനെ എപ്പോഴും അതിൽ കാലി കിടക്കണം കേട്ടാ. ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ മതി. എത്ര രൂപയൊന്നും ആയിരുന്നില്ല. ഒരു കൊല്ലമായിട്ട് സൂക്ഷിച്ച് വെച്ച് പട്ടിണി ഒന്നും കടന്നില്ല. പോയിട്ട് ഒരു ജോലി വാങ്ങിച്ചു തരാണ്ട്. പിന്നെ
എന്തിനാ അയച്ചത്? ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുമ്പോ ഒന്നും വേണ്ട, ജോലി കിട്ടിയിട്ടായിരുന്നു. അതല്ല, നമുക്ക് എത്ര വയസ്സായി? അതിനെന്താ, എത്ര വയസ്സായാലും നിങ്ങളെ ഇതെല്ലാം കണ്ടുവരുന്ന ഇപ്പോഴത്തെ ഇതിൽ പാദസരം. ഇനി വലിയ കുട്ടിയാകുമ്പോൾ ബാല്യം മാലയൊക്കെ വന്നിട്ട് അമ്മയ്ക്ക് എന്തിനാ? എനിക്കില്ല, അതൊക്കെ വേണം, എല്ലാ സാധനം വേണം. നിങ്ങൾക്ക് കുറേശ്ശെ ജീവിതം എനിക്ക് വരുന്നുണ്ട്. എനിക്ക് വേണ്ട, എനിക്ക് സ്വർണ്ണം ഇഷ്ടമില്ലെന്ന് അറിയില്ലേ. നീട്ട് അമ്മക്കൊരു സാധനം വാങ്ങി കാണിച്ചു തരാൻ അച്ഛനെ. അമ്മനെ കാണിച്ച് കൈ നീട്ടെ, അച്ഛനെ കാണിക്കണ്ടേ? എന്താ അത്? അച്ഛനെ ഇട്ടെടുത്ത കാലിൽ അല്ല കാണാൻ പറ്റില്ല, അങ്ങനെ കാണാൻ പറ്റില്ല. ഇങ്ങോട്ട് നോക്കടി ഫോട്ടോയിലേക്ക്. ഓങ്കിലി കാല ഇത്തിക്കൂടെ നീളം കുറഞ്ഞെടുത്താൽ മതിയായിരുന്നു. കഴിഞ്ഞ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കണം ഇങ്ങനെ കൊട്ടിയിട്ടെ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കൊടുത്തു വിട്ടോ പാദസരം. എനിക്ക് ഭയങ്കര സന്തോഷമായി, അമ്മക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ ഭയങ്കര സന്തോഷം എനിക്കുണ്ട് കേട്ടോ, ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല, അത്രയും ഹാപ്പിയാണ്. അപ്പോൾ മുന്നേ കുട്ടി ഒരു കൊല്ലം മുന്നേ ഞാൻ പ്ലാൻ ചെയ്ത് കുറേശ്ശെ നമുക്ക് ഗോൾഡ് കുറി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചേർന്ന് വാങ്ങിയതാണ് കേട്ടോ. കാരണം ഒറ്റയടിക്ക് പൈസ എടുക്കാൻ ചിലപ്പം ഉണ്ടാവുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തും അങ്ങനെയൊക്കെ കുറേ ചിലവാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് കയ്യിലെടുക്കാൻ റെഡി ക്യാഷ് ആയിട്ടൊന്നും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നാട്ടിൽ വരുമ്പോൾ ഇത് എന്തായാലും വാങ്ങണം എന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. അന്നേരം ഒരു ഷോർട്ടേജ് വരരുതെന്ന് ഓർത്ത് ഞാൻ മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 1 year മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങി. പൈസ കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെയാണത് വാങ്ങിയത് കേട്ടോ. ഭീമേന്നാണ് വാങ്ങിയത്. അപ്പം എൻ്റെ കസിൻ വർക്ക് ചെയ്യുന്നതും ഭീമയിലാണ്. അപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാനെല്ലാം സെറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ അതാണ് ഏറ്റവും അടിപൊളി, അങ്ങനെ ചെയ്യാനാണ് ഏറ്റവും സൗകര്യം. റെഡി ക്യാഷ് ചെയ്യാം, പക്ഷേ ഇല്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു പോയി. അതുകൊണ്ട് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല ദിവസമായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, പുറത്തുനിന്ന് മന്തി കഴിച്ചു, പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്ന പാദസരം കുറച്ച് വലുതാണ്. അപ്പോൾ അതൊന്ന് ചെറുതാക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളൊന്നും കൂടെ ജ്വല്ലറി പോകാൻ കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും ഉമ്മയും കൂടെയാണ് പോകുന്നത്. കാരണം കാലിൻ്റെ സൈസ് നോക്കണമെങ്കിൽ അമ്മേൻ്റെ വേണമല്ലോ. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം. ഭീമേ തന്നെയുള്ള തട്ടാൻ്റെ അടുത്ത് നമ്മൾ കൊടുത്തിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. മുറിച്ചിട്ട് ചെറുതാക്കി എടുക്കുകയാണ് ചെയ്തത് അമ്മയുടെ കാലിൻ്റെ വലിപ്പത്തിലേക്ക്. അപ്പോൾ ആ മേശയിലിരിക്കുന്ന ചെറിയ പീസാണ് നമുക്ക് ബാക്കി കിട്ടിയത് കേട്ടോ. ഈ ഒരു പീസും കൊണ്ട് നമ്മൾ വേറൊരു പണിയും കൂടെ ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചത്. അങ്ങനെ നമ്മൾ പോയ കാര്യം നടന്നു കേട്ടോ. പാദസരം വെട്ടി നമ്മൾ ചെറുതാക്കി. അമ്മയുടെ കാലും ചെറുതാട്ടോ, എൻ്റെ പോലെ തന്നെ കുഞ്ഞു കാലം. അപ്പോൾ ചെറുതാക്കിയപ്പോൾ ഒരു പീസ് കിട്ടി. ആ പീസ് വെച്ചതാ നമ്മളൊരു മൂക്കുത്തി വാങ്ങി. മൂക്കും കുത്തി കേട്ടോ. എനിക്ക് പേടിയായിരുന്നു കുത്താൻ, അതുകൊണ്ടാണ് കുത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുത്തുമ്പോൾ വേദന എടുക്കും എന്ന് ഓർത്തിട്ട് കുത്താണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ കുത്തണം എന്നിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ കുത്തിയപ്പോൾ വേദന എടുത്തില്ലെന്ന്. ഇത് സെക്കൻഡ് സ്റ്റേഡ് കുത്തുമ്പോൾ ഗൺ ഷൂട്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല. ഈ തേർഡ് കുത്തിയപ്പോൾ ഇതേമാതിരി തന്നെ എനിക്ക് സൂചി വെച്ച് കുത്തുന്ന ഭയങ്കര പേടിയാണ്. അപ്പോൾ ഗൺ ഷൂട്ടാണെങ്കിൽ കുത്താമെന്നുള്ള രീതിയിൽ കടയിൽ പോയി ലാസ്റ്റാണ് അറിയുന്നത്, കമ്മലെല്ലാം വാങ്ങി കഴിഞ്ഞ് അറിയുന്ന ഗൺ ഷൂട്ടില്ല, തട്ടാൻകുത്തലുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് അങ്ങനെ കുത്തി. ചെറിയൊരു വേദന ഉണ്ടായിരുന്നുള്ളൂ, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മൂക്ക് എന്ത് കാരണവശാലും തട്ടാൻ കുത്തുന്ന അതിൽ സൂചി കുത്തില്ലേ, അത് വെച്ച് കുത്തില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ആദ്യമേ അമ്മേൻ്റെ പാദസരം നമ്മൾ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഗൺ ഷൂട്ട് ഉണ്ടോയെന്ന്. അപ്പോൾ ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെയാണ് താഴെ പോയി മൂക്കുത്തി വാങ്ങിയത്. പക്ഷേ ഇത് ഡയമണ്ടിൻ്റെ മൂക്കുത്തി കേട്ടോ. അപ്പോൾ ഡയമണ്ടിൻ്റെ മൂക്കുത്തി ഗൺ ഷൂട്ടിൽ കുത്താൻ പറ്റില്ല എന്ന് കൊണ്ട് ചെന്നപ്പോഴാണ് ആൾ പറഞ്ഞത്. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. പക്ഷെ എനിക്ക് വേദന എടുത്തില്ല. ഞാൻ ഭയങ്കര വേദന എടുക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ വേദന എടുത്തില്ല. ഇപ്പം ചെറിയ വേദന ഉണ്ട്, ചെറുങ്ങനെ വേദന ഉണ്ട്. തൊടാനൊക്കെ പാടാണ്, പക്ഷെ കുത്തുമ്പോൾ ഭയങ്കരമായിട്ട് വേദന എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു, ഇങ്ങനെ സൂചി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ. പക്ഷെ എനിക്ക് അതിന് മാത്രമൊന്നും വേദന എടുത്തില്ല. ഇപ്പം ചെറിയ വേദന ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ മൂക്കുത്തി കഴിച്ച് നോക്ക്. ഇതാട്ടോ നമ്മുടെ മൂക്കുത്തി. ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ, കൊള്ളാമോ എനിക്ക് മൂക്കുത്തി എന്നും പറയണേ.
ഞാൻ ചെറിയൊരൊറ്റ കല്ലിൻ്റെ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പം അച്ഛൻ പറഞ്ഞു ഇത്തിരി വലിയത് ഇടണം കാണണ്ടേ എന്നൊക്കെ പറയട്ടെ. അപ്പം എൻ്റെ ഫേസ് ഭയങ്കര ചെറുതാണല്ലോ, വീഡിയോയിലൊക്കെ കാണുമ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ വലുതായിട്ട് തോന്നുന്ന കേട്ടോ. പക്ഷെ ഞാൻ ഭയങ്കര ചെറുതാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ മൂക്കുത്തി അച്ഛൻ ഒറ്റ കല്ലിൻ്റെ മതി എന്നുള്ളതായിരുന്നു. അപ്പോൾ അച്ഛനാ പറഞ്ഞാൽ ഇത്തിരിയും കൂടെ വലുത് വാങ്ങാമെന്ന്. അങ്ങനെയാണ് നമ്മളിത് വാങ്ങിയത് കേട്ടോ. പിന്നെ ആ ചേട്ടനും പറഞ്ഞു ചിലപ്പം കുത്തുമ്പം അതും ഇറങ്ങിപ്പോരും, കുഞ്ഞു കല്ലാവുമ്പം ഓട്ടയിൽ കൂടെ ഇറങ്ങി വരുന്ന പോലെ ആവുമല്ലോ. അങ്ങനെ പിന്നെ ഇതെടുത്തു. എന്താ സ്റ്റാർ പോലത്തെ ഒരു മൂക്കുത്തി. നമ്മുടെ പാദസരം കൊടുത്തതിൻ്റെ ചെറിയൊരു പീസ് ബാക്കി ഇടായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് കേട്ടോ നമ്മൾ മൂക്കുത്തി വാങ്ങി. പിന്നെ ചെറിയൊരു പൈസ കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ 2 കാര്യങ്ങൾ നടന്നു. അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഒപ്പം